നീ ഏതായാലും ആ കറുത്ത അണ്ടർവെയർ മാറ്റി നന്നായി. സ്വന്തം പാർട്ടിക്കാരാണെന്നൊന്നും അവർ നോക്കൂല, വെട്ടി പൊളിച്ച് കളയും. അത് ശരിയാ ആശാനെ. ആ സഖാവേ, റബ്ബറിന് വില കൂട്ടുമോ? മന്ത്രി എന്നാ പറഞ്ഞു? ഓടാ അവിടുന്ന്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റിനെ നോക്കി കൊഞ്ഞനം കുത്തി കാണിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ സഖാവിനൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ 140 മണ്ഡലങ്ങൾ കയറി ഇറങ്ങി ഓരോന്നും പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അതിൻ്റെ ഇടയിൽ അവൻ്റെ റബ്ബറിൻ്റെ വില കൂട്ടി വന്നു. ഇവനെ വീപ്പലിട്ടൊക്കെ ഉറങ്ങി വയ്ക്കട്ടെ ആശാനെ. വേണ്ട, സമയമുണ്ട്. എൻ്റെ സഖാവേ, ഞങ്ങൾ പാലക്കാരുടെ പ്രധാന പ്രശ്നം റബ്ബറിന് വിലയില്ലാത്ത, അല്ലാണ്ട് പാലസ്തീനിലെ കാര്യം ചർച്ച ചെയ്യാനല്ലല്ലോ അവരിങ്ങോട്ട് വന്നത്. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, ഇവിടുത്തെ റബ്ബറെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഇവിടെ ഏലം കൃഷി ചെയ്യും. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഏലകൃഷി പറ്റുമോ ആശാനെ? നീ എന്നാ വിചാരിച്ചേ? എടാ, നമ്മുടെ സഖാവ് ഇവിടെ വന്നിട്ട് രാത്രിയാന്ന് പറഞ്ഞാൽ ഇവിടെ രാത്രി, ഇവിടെ പകലാന്ന് പറഞ്ഞാൽ ഇവിടെ പകല്. അങ്ങനെയാണ് പുള്ളി ഇവിടെ വന്നിട്ട് തണുപ്പാന്ന് പറഞ്ഞാൽ ഇവിടെ തണുപ്പല്ലേ? ഈ തണുപ്പ് ഏലകൃഷിക്ക് നല്ലതല്ലേ? അത് ശരിയാ ആശാനെ, അത് ശരിയാ. നീ ധൈര്യമായിട്ട് ഏലം കൃഷി ചെയ്തോ. ഈ തണുപ്പത്തെ ഏലകൃഷി ആശാനെ നല്ലത്. ഇതിപ്പോൾ സർക്കാരിൻ്റെ പ്രശ്നങ്ങൾ ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്, അല്ലാണ്ട് നിന്റെ പ്രശ്നം കേൾക്കാൻ വേണ്ടി വന്നേക്കുന്നതല്ല. ഇതിപ്പോൾ കഞ്ഞി കുടിക്കാൻ നിർത്തില്ലാത്ത ഞങ്ങൾ നിങ്ങളുടെ പരാതി കേൾക്കേണ്ട അവസ്ഥയായാലോ? ഞങ്ങൾക്കും ജീവിക്കണ്ടേ സഖാവേ? ഇവൻ പറഞ്ഞാലും കാര്യമുണ്ടല്ലോ ആശാനെ. കേട്ട ഭാവം നടിക്കണ്ട, തലേ കയറി ഒന്ന് തിണ്ണ വിഴുകും. നീ ഒരു കാര്യം ചെയ്യാൻ, മടക്കൽ ഇങ്ങോട്ടെടുത്ത്. ഞങ്ങളുടെ സർക്കാരിനെതിരെ പറയാറാണ് ഇവിടെ. എടാ, ഊരിപ്പിടിച്ച കത്തിയും വടിവാളൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. കടക്ക് പുറത്ത്. ആശാനെ എന്തിനാ ഇതൊക്കെ ഇവനോട് പറയണേ? ഉത്തരം മുട്ടുമ്പോൾ സാധാരണ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് പറയാറ്. ഖജനാവിലാണെങ്കിൽ പൂച്ച പറ്റി കിടക്കുക. ഈ പൂച്ചയുടെ വിഷമം ഇത് ആരോട് പോയി പറയും? ആശാനെ, ശരിക്കും എന്താ ഈ നവകേരള യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് എനിക്കും വലിയ പിടിയിലിടാം. എന്തായാലും സഖാവ് പത്രസമ്മേളനത്തിൽ പറയും. ആ ആശാനെ, ഇതന്നെ പറ്റിയേ? 140 മണ്ഡലങ്ങളിൽ നിന്ന് പ്രസംഗം കേട്ട കാലിൻ്റെ ഇടയിൽ നീര് വന്നു. കോട്ടക്കൽ ആര്യവൈദ്യശാല വരെ പോവാ. അയ്യോ അമ്മേ, വലിക്കും. ഇങ്ങനെ നിന്നാൽ കുണ്ടിക്ക് വലിക്കും. സർ, നവകേരള യാത്രയെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? 1 നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ട്. 2 നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ 2 ചെണ്ടുമല്ലി, ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ട്. അങ്ങനെ ആകെ മൊത്തം 140 താറാവ്, 140 ചെണ്ടുമല്ലി, 140 നാരങ്ങ, ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ട്. സാർ, അപ്പോൾ പോയ വഴിക്ക് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ? അങ്ങനെ ആരെയും ഞങ്ങൾ കണ്ടില്ല. കാരണം ഞങ്ങൾ ഭരിക്കുന്ന നാട്ടിൽ ദുരിതങ്ങളൊന്നുമില്ല. സാർ, ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. ഇനി ചോദ്യങ്ങളില്ല. ഞങ്ങൾക്ക് യാത്രാ വിവരണം തയ്യാറാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കടക്ക് പുറത്ത്.